നമസ്കാരം. അമേരിക്കൻ സാമ്പത്തിക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വലിയൊരു മാറ്റത്തിന് ട്രഷറി വകുപ്പ് തുടക്കമിടുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയതായി അച്ചടിക്കുന്ന എല്ലാ US പേപ്പർ കറൻസികളിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു സിറ്റിംഗ് പ്രസിഡന്റിന്റെ ഒപ്പ് കറൻസിയിൽ വരുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ്. സാധാരണയായി US കറൻസികളിൽ ട്രഷറി സെക്രട്ടറിയുടെയും ട്രഷററുടെയും ഒപ്പുകളാണ് ഉണ്ടാകാറുള്ളത്. രാജ്യത്തിന്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിലും സ്മാരകങ്ങളിലും ട്രംപിന്റെ പേരും രൂപവും ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. നേരത്തെ US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ്, കെന്നഡി സെന്റർ പെർഫോമിംഗ് ആർട്സ് വേദി, പുതിയ ക്ലാസ് യുദ്ധക്കപ്പലുകൾ എന്നിവയ്ക്ക് ട്രംപിന്റെ പേര് നൽകിയിരുന്നു. ട്രംപിന്റെ മുഖം ആലേഖനം ചെയ്ത സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ ഒപ്പ് പുതിയ കറൻസികളിൽ ട്രംപിന്റെ ഒപ്പിനൊപ്പം ഉണ്ടാകും. രാജ്യത്തിന്റെ ചരിത്രപരമായ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണിതെന്ന് സ്കോട്ട് ബെസന്റ് പ്രസ്താവിച്ചു. ഈ നടപടി ഉചിതവും അർഹവുമാണെന്ന് US ട്രഷറർ ബ്രാൻറ്റൺ ബീച്ചും അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ പേപ്പർ കറൻസികൾ അച്ചടിക്കുന്ന ചുമതല ബ്യൂറോ ഓഫ് എൻഗ്രേവിംഗ് ആൻഡ് പ്രിന്റിംഗിനാണ്. നാണയങ്ങൾ നിർമ്മിക്കുന്നത് US മിന്റ് ആണ്. 1861 ഈ സംവിധാനം നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി ഫെഡറൽ കറൻസിയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷററുടെ ഒപ്പ് നീക്കം ചെയ്തുകൊണ്ട് 165 വർഷത്തെ പാരമ്പര്യമാണ് ഈ നീക്കത്തിലൂടെ അവസാനിക്കുന്നത്. US സാമ്പത്തിക രംഗത്തെ ശക്തമായ പുരോഗതിയെയാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബെസന്റ് പറഞ്ഞു. രാജ്യത്തിന്റെ നേട്ടങ്ങളും 250-ാം വാർഷികവും ആഘോഷിക്കുന്നതിന് US കറൻസിയിൽ ട്രംപിന്റെ പേര് ഉൾപ്പെടുത്തുന്നത് ഉചിതമായ മാർഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് J. ട്രംപിന്റെയും ചരിത്രപരമായ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പേര് പതിപ്പിച്ച $US ബില്ലുകളേക്കാൾ ശക്തമായ മറ്റൊരു വഴിയുമില്ല. രാജ്യത്തിന്റെ 250-ാം വാർഷിക വേളയിൽ ഈ ചരിത്രപരമായ കറൻസി പുറത്തിറക്കുന്നത് ഏറ്റവും അനുയോജ്യമാണെന്ന് US ട്രഷറി വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബെസന്റ് പറഞ്ഞു. US ട്രഷറർ ബ്രാൻറ്റൺ ബീച്ചും തീരുമാനത്തെ പിന്തുണച്ചു. ഈ നീക്കം ഉചിതവും അർഹതപ്പെട്ടതുമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലവിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ സേവനമനുഷ്ഠിച്ച മുൻ ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലന്റെയും US ട്രഷറർ ലിൻ മല്ലബയുടെയും ഒപ്പുകളുള്ള നോട്ടുകൾ ബ്യൂറോ ഓഫ് എൻഗ്രേവിംഗ് ആൻഡ് പ്രിന്റിംഗ് തുടർന്ന് നിർമ്മിക്കുന്നുണ്ട്. US ഫെഡറൽ കറൻസി ആദ്യമായി പുറത്തിറക്കിയ 1861 മുതലുള്ള തടസ്സമില്ലാത്ത ഒരു പരമ്പരയ്ക്കാണ് മല്ലബയുടെ ഒപ്പോടുകൂടി അന്ത്യമാകുന്നത്. 1.5 നൂറ്റാണ്ടിലധികം കാലമായി അമേരിക്കൻ ബാങ്ക് നോട്ടുകളുടെ സ്ഥിരമായ ഒരു സവിശേഷതയായിരുന്നു ട്രഷററുടെ ഒപ്പ്. വാർഷിക ആഘോഷവേളയിൽ ട്രംപിനെ ആദരിക്കുന്നതിനുള്ള വിപുലമായ നീക്കങ്ങളുടെ ഭാഗമായാണ് കറൻസിയിലെ ഈ മാറ്റം. ജൂലൈ 4 250-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച 24 കാരറ്റ് സ്വർണ്ണ നാണയത്തിന്റെ രൂപകൽപ്പനയ്ക്ക് ഈ മാസം ആദ്യം ഒരു ഫെഡറൽ ആർട്സ് കമ്മീഷനും അംഗീകാരം നൽകിയിരുന്നു. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെയും കറൻസി അച്ചടിയുടെയും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പരിഷ്കരണത്തിനാണ് ട്രഷറി വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ മാറ്റം 1861 മുതൽ നിലനിന്നിരുന്ന ട്രഷററുടെ ഒപ്പ് കറൻസിയിൽ ഉൾപ്പെടുത്തുന്ന പാരമ്പര്യത്തിനാണ് വിരാമമിടുന്നത്.